ഹായ്. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ മിക്കവാറും വീടുകളിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. അത് വെച്ചിട്ട് നല്ലൊരു സിറപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. സാധാരണയായിട്ട് 2 ടൈപ്പാണ് ഉണ്ടാവാറ്. ഒരു മഞ്ഞ കളറും പിന്നെ ഇതുപോലെ ഒരു പർപ്പിൾ കളറും. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കളറാണ്. പിന്നെ ഇത് വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ കിടന്ന് വേസ്റ്റായി പോവുമായിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഹെൽത്തിന് നല്ലൊരു ഫ്രൂട്ടാണത്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നടുവെ മുറിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് എടുക്കണം. ആ പൾപ്പ് മാത്രം എടുത്താൽ മതി അമ്മ. അപ്പോൾ ഞാൻ 22 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പൾപ്പ് എടുത്തിട്ട് അമ്മ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് അമ്മ ഉടച്ചു കൊടുക്കുക, അതിൻ്റെ കട്ടയൊക്കെ പോകാൻ. നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് 1 കിലോ പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുകാൻ വെക്കുക. അപ്പോൾ ഒന്ന് ഉരുകി നമുക്ക് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ട് കയ്യിലേക്ക് ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവത്തിൽ ആവുമ്പോൾ നമ്മൾ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മത് തീരെ കേടാവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇതൊരു ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അത്രയും തിളച്ചാൽ മതി. അപ്പോഴത്തേനും ഇത് നല്ല കൊഴുപ്പായിട്ടുണ്ടാവും. നല്ലൊരു പാകത്തിനുള്ള കൊഴുപ്പ്, നല്ലൊരു സ്മെല്ലാണ് തിളച്ച് വരുമ്പോൾ. പിന്നെ നമുക്കിത് ചൂടാറാൻ വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ചൂടാറി വരട്ടെ. ഞാനത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണത്. അപ്പോൾ കാണുമ്പോൾ അറിയാം, കണ്ട നല്ലൊരു തിക്കായിട്ടുള്ളൊരു നല്ലൊരു സിറപ്പാണിത്. കുടിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കുരുവോടുകൂടിയിട്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് കുരുവില്ലാത്ത സിറപ്പ്. ചിലർക്ക് കുരു അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിൽ ഈ പൾപ്പ് എടുത്ത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഒരു 3-4 സെക്കൻഡ് കറക്കിയെടുത്താൽ മതി. അരച്ചെടുക്കരുത്. അപ്പോൾ അരച്ചാൽ കുരുവൊക്കെ അരിഞ്ഞു പോകും. വേണ്ട, ഈ ഒരു പാകത്തിൽ എടുക്കണം. കുരു അതുപോലെ തന്നെ കിടക്കണം. കുരു അധികം അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ജ്യൂസിലേക്ക് ഇതിൻ്റെ തരികളൊക്കെ ഉണ്ടാവും കുറച്ച് അരിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ നല്ല പാകത്തിന് അരിച്ചെടുത്തതുപോലെ എടുത്തതിന് ശേഷം ഈ ലിക്വിഡ് നമ്മൾ മറ്റേത് ഉണ്ടാക്കിയ പോലെ തന്നെ പഞ്ചസാര സിറപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്കൊരു 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ബാക്കി തണുത്ത വെള്ളം ഒഴിക്കാം. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ജ്യൂസ് റെഡിയാണ്. നമുക്കായാലും ഇപ്പോൾ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴും ഇടയ്ക്ക് കുടിക്കാമെന്ന് തോന്നി എടുത്ത് കുടിക്കാം. കുട്ടികൾക്കും ഇത് എല്ലാവർക്കും ഇത് നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. നമ്മളിത് കുടിക്കുമ്പോൾ വിചാരിക്കും ഇതിൽ നല്ലൊരു ഫ്രൂട്ട് വേറെ ഇല്ല, അത്ര ടേസ്റ്റാണിത്. നമ്മളിതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലുണ്ടാവണ ആൾക്കാർ ഉണ്ടാക്കി നോക്കണം. വേസ്റ്റാക്കി കളയാതെ നോക്കണം. അതിന് വേണ്ടി അത് കാണിച്ചതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.